നിലമ്പൂരിലേക്ക് ഞാൻ പിടിച്ചിരുന്നു. ഞാൻ CPIയുടെ സഹാക്കളെ ബന്ധപ്പെട്ടിരുന്നു, LDF നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നു, എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളെയും വിളിച്ചിരുന്നു. എല്ലാവരും ഒന്നുപോലെ പറയുന്നു, പോളിംഗ് ട്രെൻഡ് മുഴുവനും LDFിന് അനുകൂലമാണ്. LDFിന്റെ എല്ലാ പ്രവചനങ്ങളും പോലെ തന്നെ നല്ല പോളിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ പോളിംഗിൽ LDFിന്റെ വോട്ടുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ട്രെൻഡിൽ ഉറപ്പായും പറയാം LDF ജയിക്കാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്ന 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഭൂരിപക്ഷം പ്രവചിക്കാനായിരുന്നു. ഫലം പ്രഖ്യാപിക്കുമ്പോഴേയും അവർക്കെല്ലാം ഏത് മനോരാജ്യവും കെട്ടിക്കൊടുക്കാം. എല്ലാ സ്വപ്നങ്ങളും കാണാം ഫലം പ്രഖ്യാപിക്കും വരെ. അത് കഴിയുമ്പോൾ യാഥാർത്ഥ്യം അവർക്കെല്ലാവർക്കും ബോധ്യപ്പെടും. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഗോവിന്ദൻ മാഷ് പറഞ്ഞ RSS ബന്ധവുമായി ബന്ധപ്പെട്ട് വിഷയവും ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രിയും പറയുന്ന പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നോക്കിയാൽ കാണാൻ കഴിയും കോൺഗ്രസ് കൈപ്പത്തിയിൽ തഴമ്പുണ്ട്. ആ തഴമ്പ് എത്രയോ കാലമായി RSS BJPയുമായി കൈകോർത്ത് പിടിച്ച കൈത്തഴമ്പാണ്. ആ കൈപ്പത്തി മറച്ചു വയ്ക്കാൻ വേണ്ടി പാടുപെടുകയാണ്. ആ കൈപ്പത്തിയിൽ ആ തഴമ്പുണ്ട്. ഇത്തവണ അവരുടെ ശ്രമം മുഴുവനും ഒരു കൂട്ടാളി ഉണ്ട്, അത് RSS ആണ്. മറ്റേ കൈകൊണ്ട് ഇത്തവണ മുസ്ലിം RSS ആയ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും സഖ്യത്തിലാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാം, കോൺഗ്രസിലെ ഗാന്ധി നെഹ്റു മൂല്യബോധമുള്ളവർ അവരുണ്ട് കോൺഗ്രസിൽ. അവർക്ക് അമർഷമുണ്ട് ഈ പോക്കിൽ. അവരടക്കം ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് LDFിനായിരിക്കും. ഇതിനെപ്പറ്റി എന്നേക്കാളും തികഞ്ഞ ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. അതാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. എപ്പോൾ തിരഞ്ഞെടുപ്പുണ്ടോ അപ്പോഴെല്ലാം പരോക്ഷമായിട്ട് കോൺഗ്രസിനും BJPയുമായിട്ട് കൂട്ടുകെട്ടുണ്ടാകാറുണ്ട് എല്ലായ്പ്പോഴും. അതിന്റെ അടിത്തറയുണ്ട്. അടിത്തറ അന്ധമായ ഇടതുപക്ഷ വിരോധമാണ്. അത് ഒരിക്കലും ഇവിടെ കേരളത്തിൽ ഓപ്പൺ ആയിട്ടുമുണ്ട്. അതാണ് വടകര ബേപ്പൂർ മോഡൽ. വടകരയിൽ പൊതു സ്ഥാനാർത്ഥി, ബേപ്പൂർ പൊതു സ്ഥാനാർത്ഥി. ആ പൊതു സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJPയും RSSും കോൺഗ്രസും എല്ലാം ഒന്നിച്ച് വോട്ട് പിടിച്ചു. അത് ഓപ്പൺ ആയിട്ടായിരുന്നു. പിന്നെ പലപ്പോഴും പരോക്ഷമായിട്ടാണ്. അത് കേരളത്തിലെ കോൺഗ്രസിന് ഒഴിവാക്കാൻ പറ്റില്ല. അതേപ്പറ്റിയാണ് KG മാരാർ എഴുതിയിട്ടുള്ളത്. അതേപ്പറ്റിയാണ് പലപ്പോഴും ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യം. എല്ലാവർക്കും അറിയാം, എവിടെയെല്ലാം ഒരു പാർട്ടിക്ക്, കോൺഗ്രസ് പോലുള്ള പാർട്ടിക്ക് ഇടതുപക്ഷമാണ് മുഖ്യ എതിരാളി എന്ന തോന്നലുണ്ടാകുന്നുണ്ടോ, അവിടെയെല്ലാം ഈ അപകടം കോൺഗ്രസിനുണ്ടാകും. അതുള്ളത് ഇവിടെ കേരളത്തിലാണ്. അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിലമ്പൂരിൽ UDF, കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടുണ്ട് എന്നാണ് പറയുന്നത്. എവിടെയെല്ലാം കോൺഗ്രസിന് ഇടതുപക്ഷമാണോ മുഖ്യ എതിരാളി, അവിടെയെല്ലാം കോൺഗ്രസ് ആരുമായിട്ടും കൂട്ടുകൂടും. RSSുമായിട്ടും കൂട്ടുകൂടും, മുസ്ലിം RSS ആയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയായിട്ടും കൂട്ടുകൂടും. അതാണ് കേരളത്തിലെ കോൺഗ്രസ്. ആ കോൺഗ്രസിന് ഗാന്ധി നെഹ്റു മൂല്യങ്ങൾ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന നടത്തുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കുന്നില്ല. നേരത്തെ അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതേപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു.